പെരേനെ നോക്കി ചിരിച്ചു ഞാൻ കരയണമായിരുന്നു. കാരണം എല്ലാരും പറയും എന്തിനാ കരയുന്നത് അല്ലേ, സ്വാഭാവിക. അപ്പൊ ചിരിക്കുമ്പോ പറയുന്നത് എന്തിനാ ചിരിക്കുന്നതെന്ന്. എന്താ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അല്ല, അതൊരു മരണവീടായിരുന്നു, അവിടെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് ചിരിക്കാൻ പാടില്ല, ഒരു മനുഷ്യന് ചിരിക്കാൻ പാടില്ല, കരയാൻ. ഇത് അനുമോള് പറയുന്നത് കേട്ടില്ലേ? എനിക്ക് എന്താ ചിരിക്കാൻ പറ്റത്തില്ലയോ, എനിക്കെന്താ കരയാൻ പറ്റത്തില്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് അനുമോളോട് ചോദിക്കുന്നത്. ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. കാരണം കരയാനോ ചിരിക്കാനോ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിൽ അനുമോള് ചിരിച്ച ചിരി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അനുമോള് ചിരിച്ച ചിരി ലാലേട്ടന്റെ അമ്മ മരിച്ചു കിടന്ന സമയത്ത് അവിടെ ലാലേട്ടന്റെ അമ്മയെ കാണാനായിട്ട് നിരവധി ആൾക്കാരെത്തി. അതിന്റെ കൂട്ടത്തിൽ എത്തിയ ഒരാളാണ് അലൻ ജോസ് പെരേര, അതോടൊപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും. ഇവർ രണ്ടുപേരുടെ കടന്നു വരുന്നത് കണ്ടപ്പോൾ, അത് അമ്മയെ കണ്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഈ അനുമോക്ക് ചിരി പൊട്ടുന്നു. ഈ ചിരിയെ കുറിച്ചാണ് മീഡിയക്കാർ ചോദിക്കുന്നത്. അതിന്റെ മറുപടിയാണ് അനുമോള് പറയുന്നത്. എന്നാൽ ഈ ഒരു ചിരി കളിയാക്കി ചിരിച്ചതാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അടക്കി പിടിച്ചുള്ള കളിയാക്കൽ ചിരിയായിട്ടാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ അനുമോടെ ആ ഒരു നിപ്പും ആ ഒരു ചിരിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരാളെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചിരി. ബിഗ് ബോസ് സീസൺ 7 വിന്നറും അതോടൊപ്പം തന്നെ അലൻ ജോസ് പെരേരയൊക്കെ വോട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന അനുമോള്. അനുമോള് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീടിന്റെ വെളിയിലാണ്. അത് മാത്രമല്ലാതെ അനുമോള് അവിടെ ബാക്കി നിന്നുകൊണ്ട് വേറൊരാളുമായിട്ട് പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഇതേ കാര്യം തന്നെ ബിന്നി ചെയ്ത സമയത്ത് വലിയ കുറ്റമായി മാറിയിരുന്നു പലർക്കും. എന്നാൽ ഇത് ആർക്കും കുറ്റമല്ല. ഇവിടെ ഇപ്പോ അനുമോള് പറഞ്ഞ ഒരു മറുപടി പോലും അനുമോൾ എന്തോ അങ്ങ് വലിയ മാസ് ഡയലോഗ് അടിച്ചെന്ന രീതിയിലാണ്. പക്ഷെ അനുമോൾ അവിടെ കാണിച്ചത് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അലൻ ജോസ് ആയിക്കോട്ടെ, വേറെ ആരെ കണ്ടാലും ഇങ്ങനത്തെ ഒരു അവിഞ്ഞ ചിരി ചിരിച്ച് കളിയാക്കേണ്ട ഒരു കാര്യവും ഇല്ല. അല്ലേ? അത് കളിയാക്കിയതിന് തുല്യമല്ലേ ആ ഒരു ചിരി? വേണം നിങ്ങൾ കണ്ടു നോക്ക്. ഇവിടെ അലൻ ജോസും അതോടൊപ്പം തന്നെ ആ പമ്പയോടെ നടന്നു വരികയാണ്. അപ്പൊ ഇവരെ കണ്ടപ്പോഴാണ് അനുമോക്ക് ഇത്ര ചിരി പൊട്ടുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിരി പൊട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കൂടിയ ഒരുത്തര് പോലും ചിരിക്കുന്നില്ല. അവിടെ ആരും ചിരിക്കുന്നില്ല. അനുമോടെ തൊട്ട് പറയും ഒരു ആ കറുത്തൊടുപ്പിട്ട ചേട്ടൻ, ആ ചേട്ടൻ പോലും ചിരിക്കുന്നില്ല. പക്ഷെ അനുമോക്കും അനുമോടെ കൂട്ടുകാരികൾക്കും ചിരി പൊട്ടുന്നുണ്ട്. ഭയങ്കര ചിരി പൊട്ടല. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് അനുമോൾ സംസാരിക്കുന്നത്. എനിക്ക് എന്താ ചിരിക്കാൻ പറ്റത്തില്ലേ? അതൊന്ന് കേട്ടു നോക്കി. ഞാൻ ആരെ നോക്കി ചിരിച്ചു? പെരേനെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയണമായിരുന്നു. കാരണം എല്ലാരും പറയും എന്തിനാ കരയുന്നത് അല്ലേ, സ്വാഭാവിക. അപ്പൊ ചിരിക്കുമ്പോ പറയുന്നത് എന്തിനാ ചിരിക്കുന്നതെന്ന്. എന്താ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അല്ല, അതൊരു മരണവീടായിരുന്നു, അവിടെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്ക് ചിരിക്കാൻ പാടില്ല, ഒരു മനുഷ്യന് ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല. അവരുടെ ഫീലിംഗ്സ് എന്താന്ന് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചിരിക്കും, ഇഷ്ടമുള്ളപ്പോ ഞാൻ കരയും. അതൊക്കെ എന്റെ ഫീലിംഗ്സ് ആണ്. അതിന്റെ മറ്റുള്ളവരെന്തിനാ ചോദ്യം ചെയ്യണം? അത്രയും. അനുമോളെ, നിങ്ങൾക്ക് ചിരിക്കോ കരയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ അവിടെ കാണിച്ചത് അലൻ ജോസ് പെരേരയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ചിരി പൊട്ടലാണ്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചിരിയാണ്. ആ ചിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീടാണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുകൊണ്ട് ഈ ഒരു വിഷയം മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നവർ ഈ പറയുന്ന അനുമോൾ ചെയ്തതിനെ ഒരു നല്ല മഹുദ്ധീകരിച്ച് കാണിക്കുന്നുണ്ടല്ലോ. അത് അലൻ ജോസ് പെരേര ആണെങ്കിൽ ആരായാലും ചിരിച്ചു പോകുന്ന രീതിയിൽ. എന്തിന് ചിരിക്കണം? അവിടെ കൂടിയവർ ആരും ചിരിക്കുന്നില്ലല്ലോ. അദ്ദേഹം വന്നത് എന്തിനാണ്? അദ്ദേഹം ലാലേട്ടന്റെ അമ്മയെ കാണാനായിട്ട് വന്നത്. അദ്ദേഹം എങ്ങനെയാലും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ എന്ത് കോപ്രായം കാണിക്കുന്നതോ കോമാളിത്തരം കാണിക്കുന്നവനോ ആയിക്കോട്ടെ, നമ്മളൊക്കെ വിമർശിച്ചിട്ടുണ്ട്, എന്തും ആയിക്കോട്ടെ. പക്ഷെ ആ വ്യക്തിയെ കാണുമ്പോൾ ഇത്ര അട്ടഹസിച്ച് ചിരിക്കാൻ മാത്രം, അല്ലെങ്കിൽ എന്തോ പരിഹസിച്ച് ചിരിക്കാൻ മാത്രം എന്താണുള്ളത്? ആ പമ്പയെ കാണുമ്പോൾ പരിഹസിച്ചിരിക്കാൻ എന്താണുള്ളത്? അവർ കണ്ണാടി വെച്ചോണ്ട് വന്നതോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പൃഥ്വിരാജ് വന്നത് എങ്ങനെയായിരുന്നു? കണ്ണാടി വെച്ചോണ്ടല്ലേ. അത് അവർക്ക് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കും, അല്ലെങ്കിൽ അവർ സ്റ്റൈലിന് വേണ്ടി വെച്ച് കാണും. അവിടെ എത്തുന്ന സമയത്ത് അവർ ഊരി മാറ്റിയിട്ടായിരിക്കുമല്ലോ ഉള്ളിൽ കയറുന്നത്. അതെന്തേലും ആയിക്കോട്ടെ, അവരുടെ വിഷയം വിട്. അവരെങ്ങനെയും വന്ന് ആ ലാലേട്ടന്റെ അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോട്ടെ. അവിടെ അതല്ല വിഷയം. ഇവിടെ ഈ അനുമോള് ചിരിച്ചിട്ട് ഇപ്പൊ വന്നിട്ട് എനിക്ക് എന്താ ചിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്താ കരയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതിനോട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇവിടെ ഈ അനുമോള് പുട്ടിയെല്ലാം കൂടെ വാരി തേച്ച്, ഒരു സിമെന്റ് കടയിലെ പുട്ടി മൊത്തം ഉണ്ട് മുഖത്ത്, ഇതെല്ലാം കൂടെ വാരി തേച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഈ അനുമോൾ എത്തിയിരിക്കുന്നത് മീത്ത് മേരി എന്ന് പറയുന്ന യൂട്യൂബറിന്റെ ഗൃഹപ്രവേശന ചടങ്ങ്, വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിയതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അനുമോൾക്ക് എത്രമാത്രം സംസ്കാരമുണ്ടെന്ന്. ആ വീടിനുള്ളിൽ, പുതിയൊരു വീടാണ്, ആ വീടിനുള്ളിൽ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടാണ് ഉള്ളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ അനുമോള് കയറി വരുന്ന കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഹീലുള്ള ചെരുപ്പും ഇട്ടുണ്ട് കാറിൽ നിന്ന് ഇറങ്ങി, അതിലേക്കൂടെ ഇറങ്ങി. അവിടെ ചെരുപ്പ് ഊരിയിടാൻ പറ്റത്തില്ലായിരുന്നോ? അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ആ വീടിൻ്റെ ഉള്ളിൽ കയറിയത്. എന്നാൽ ഈ അനുമോൾക്ക് ചെരുപ്പ് ഊരാൻ പറ്റത്തില്ല. അനുമോൾ വലിയ സെലിബ്രിറ്റി അല്ലേ, അനുമോക്ക് എന്തുമാകാമല്ലോ, അനുമോൾ ബിഗ് ബോസ് സീസണിന്റെ വിന്നർ അല്ലേ, അതുകൊണ്ട് അനുമോക്ക് എന്തുമാകാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലേ. അവിടെ ജിഷിൻ സോക്സ് വിട്ടുകൊണ്ടാണ് അതിന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പിള്ളേർ പോലും അവിടെ എന്താണ്
ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഡീസന്റ് ആയിട്ടാണ് നടക്കുന്നത്. ഒരു വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതാണ്. അതായത് എവിടുന്ന് എത്തിയതാ? തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഈ പറയുന്ന അനുമോള്. ഒരു വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം അനുമോളെ, അതേലും കാണിക്കണം. എന്നിട്ട് നിങ്ങൾ വലിയ വാചം അടിക്കുകയാണ്, അയ്യോ ചിരിച്ചാ കുറ്റം, കരഞ്ഞാ കുറ്റം, ഞാനെന്താ ചിരിക്കണ്ടേ കരയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നതിനോട് ഒരു യോജിപ്പും ഇല്ല. അത് ശരിയല്ല. കാരണം ഈ പറയുന്ന അലൻ ജോസ് പെരേരയെ കണ്ടപ്പോൾ അങ്ങനെ ചിരി പൊട്ടേണ്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവിടെ അലൻ ജോസ് പെരേരയും അതോടൊപ്പം തന്നെ പമ്പയും വരുന്ന സമയത്ത് അവിടെ നിരവധി ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട്. അവർക്കൊന്നും ചിരി പൊട്ടാത്തടുത്ത് അനുമോക്ക് ഇത്ര ചിരി പൊട്ടാൻ എന്താണ്? അത് കളിയാക്കി ചിരിച്ചതാണ്, മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുകയാണ്. ആ ചിരിയാണ് നമ്മൾ കണ്ടത്. അതിനെ ന്യായീകരിക്കുന്നവരെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കേ. എന്താ പിന്നെ ഞാനിതിൽ കൂടുതൽ പറയേണ്ടത് അല്ലേ? ഇതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തുമാകാം. പുള്ളിക്കാരി എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പറയുകയാണ് ഇങ്ങനെ, എന്താണ് കുഴപ്പം, എന്താണ് കുഴപ്പം, എനിക്ക് ചിരിക്കാൻ പറ്റില്ലേ, എനിക്ക് കരയാൻ പറ്റില്ലേ? പക്ഷെ അത് ഏത് സാഹചര്യത്തിലാണെന്നും അത് എന്ത് അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. ഇതിനെക്കുറിച്ച് അലൻ ജോസ് പെരേരയും അതോടൊപ്പം തന്നെ പമ്പയും വന്ന് പ്രതികരിച്ചതാണ്. ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുമുണ്ട്. അവർ പറഞ്ഞത് ഇതാണ്, ഞങ്ങളെ കണ്ടപ്പോൾ എന്താണ് ചിരിക്കാനായിട്ടുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. എത്ര സെലിബ്രിറ്റികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് ആർക്കും ഇവരെ കണ്ടിട്ട് ചിരി വന്നില്ല. ഇവർ ഉള്ളിൽ ചെന്നിട്ട് എല്ലാവരെയും കണ്ടു, സെലിബ്രിറ്റികളെ എല്ലാം കണ്ടു. അവിടെ ഒത്തിരി നടീനടന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഈ പറയുന്ന അലൻ ജോസ് പെരേരയും അതോടൊപ്പം തന്നെ പമ്പയും കണ്ടപ്പോൾ ചിരി വന്നില്ല. അവരുടെയൊക്കെ മനസ്സിൽ എന്താണ്, ഈ അമ്മ പോയതിന്റെ വിഷമമൊക്കെയാണ്. അല്ലാതെ ഈ പറയുന്ന അനുമോള് പറയുന്ന പോലെ അല്ല. പിന്നെ അനുമോള് പറയുന്നത് എല്ലാം അങ്ങ് സത്യമാണ്. അനുമോൾ അങ്ങ് നല്ലവളാണ്. അനുമോള് സത്യം മാത്രമേ പറയൂ. അനുമോള് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുന്ന അന്ധ ഫാൻസിനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. തലയ്ക്കകത്തൊക്കെ കുറച്ചെങ്കിലും ഊളയുള്ളവർക്ക് കൃത്യമായിട്ടും കാര്യം മനസ്സിലാവും. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.